പ്രാവശ്യം അയാള് അതിന്റെ മുമ്പത്തെ പ്രാവശ്യം പറഞ്ഞ കളവായിരുന്നു. അതിന്റെ മുമ്പത്തെ പ്രാവശ്യം പറഞ്ഞ കളവായിരുന്നു. ഇവിടെ കെ വിഭാഗം നടത്തുന്ന മൈക്കം വെച്ച് കുത്തുപോകുന്ന പുത്തമ്പള്ളിയുണ്ട് കളവ് പറഞ്ഞത്. അത് ഞാൻ പിടിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒന്നാമത്തെ ക്ലിപ്പായിട്ട് കേൾപ്പിച്ചതാ. അതിന്റെ പുറമെ എന്നെ സംബന്ധിച്ച് വേറൊരു കളവും കൂടി പറഞ്ഞു. എന്തെങ്കിലും അറിയോ? സ്ത്രീധനം വാങ്ങുന്നത് മാന്യന്മാരെ ഏർപ്പാടാണ് പേരോട് പറഞ്ഞു ഇവരെ മാസികയിൽ. അത് രണ്ടും ഞാൻ ഒന്നായിട്ട് കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ച് പറഞ്ഞു. ഇപ്പൊ ഇവിടെ വന്നപ്പോ മിണ്ടിയിട്ടില്ല അതിനെ സംബന്ധിച്ച്. ഒന്ന് വെച്ചാൽ നാദാപുരത്ത് വന്നിട്ട് പ്രസംഗിച്ച വ്യക്തി അദ്ദേഹം ഇവിടെ വെച്ച് പ്രസംഗിക്കുന്നു. എന്താ പ്രസംഗിക്കുന്നത്? നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. പ്രസംഗം ഈ കഴിഞ്ഞ പ്രസംഗത്തിന്റെ സ്വഭാവം കേട്ടവർക്ക് അറിഞ്ഞൂടെ? എന്തിനാ പ്രസംഗിച്ചത്? മൂപ്പര് പ്രസംഗിച്ചത് ഇവിടെയുള്ള സുന്നികളെ ഒന്ന് തമ്മിൽ തല്ലിക്കണം. സുന്നികളായ ആളുകൾക്ക് പല സംഘടനകളുമുണ്ട്. അതുപോലെ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഓരോ സംഘടനയിലുള്ള പണ്ഡിതന്മാരുണ്ട്. അവർ തമ്മിൽ നാദാപുരത്തുനിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ട് മൂപ്പർക്ക് വല്ല തടിയെടുക്കണം. അത്ര പോയത്തക്കാരാണ് സുന്നികൾ എന്ന് മൗലവി വിചാരിക്കേണ്ട കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾ മഹാപോയത്തക്കാരാന്ന് വിചാരിച്ചോ മൗലവിമാര്? പാറക്കടവിനടുത്തുണ്ടായതിനു മുമ്പൊരു പ്രശ്നം നിങ്ങളറിയോ? എന്താ പ്രശ്നം? ഒരു ദിവസം നോക്കുമ്പോ കോൺഗ്രസ്സുകാരെ കൊടി കാണുന്നില്ല. അപ്പൊ അത് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും എടുത്തതെന്ന് മനസ്സിലാക്കിയിട്ട് കോൺഗ്രസ്സുകാർ ഭയങ്കര പ്രതിഷേധ പ്രകടനവും ഭയങ്കര സമ്മേളനമൊക്കെ നടത്തി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ കമ്മ്യൂണിസ്റ്റുകാരെ കൂടി കാണുന്നില്ല. അപ്പൊ അവർ കോൺഗ്രസ്സുകാർക്കെതിരെ ഭയങ്കര സമ്മേളനം നടത്തി പ്രസംഗിക്കുകയാണ്. അപ്പോഴൊരു മാനസിക രോഗമുള്ള ഒരു സാധു മനുഷ്യൻ, അയാളുണ്ട് ഒരു BJP-ന്റെ കൊടിയും തലയെ കെട്ടിയിട്ട് പോന്നു. അയാളിങ്ങനെ BJP-ന്റെ കൊടിയും തലയെ കെട്ടി പോവാണ്. പ്രസംഗിക്കുന്നത് കണ്ട് പറഞ്ഞു, മനുഷ്യന്മാരെ നിങ്ങൾ വെറുതെ പറയണ്ട, മയപ്പാറല് കാണുമ്പോ കിട്ടുന്നത് ഞാനെടുത്ത് തലയെ കെട്ടുന്നു. അപ്പൊ നോക്കുമ്പോ 3 ദിവസം കൊടിയെടുത്ത ഇയാളാണ്. അപ്പൊ ഇയാള് കൊടിയെടുത്തതിന്റെ പേരിലാണ് പരസ്പരം തല്ലുണ്ടാക്കി. ഇതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളെയും പണ്ഡിതന്മാരെയും ഈ കക്ഷികൾക്ക് തമ്മിലടുപ്പിക്കാം എന്നൊരു ധാരണയുണ്ടെങ്കിൽ ആ പരിപ്പ് വേറാൻ പോകുന്നില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതിനുവേണ്ടി അയാൾ പറഞ്ഞ കളവ് നിങ്ങളൊന്ന് നോക്ക്. ഇനി ബാക്കിയുള്ളതൊക്കെ അൽഫിയലുണ്ട് ഒരു ബൈറ്റ്, ഫല്യുഖസ്മാലം യുഖൽ. ഒരു സംഗതി പറഞ്ഞിട്ട് പിന്നെ പറയും ബാക്കിയൊക്കെ അതിന്റെ മേൽ നിങ്ങളെ തുലൻ ചെയ്ത് ഖിയാസാക്കിയാൽ മതി. അതുകൊണ്ട് അത്തരത്തിൽ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പറഞ്ഞ വാചകങ്ങളൊക്കെ അതിമേലെ കണ്ട് ഖിയാസാക്കോളൂ. ഇത് ഞാനൊന്ന് കേൾപ്പിക്കുന്നു. എന്താ വിഷയം എന്നറിയോ? അയാൾ പറയുന്നു, ഈ നാദാപുരത്ത് പുത്തമ്പള്ളി എന്നൊരു പള്ളിയുണ്ട്. അത് ശരിയാണ്, കബളിപ്പിക്കലല്ല, ഉള്ളത് തന്നെയാണ്. ആ പള്ളിയിൽ കെ വിഭാഗത്തിന്റെ ആളുകൾ മൈക്ക് വെച്ചിട്ടാണ് ഖുതുബ ഓതുന്നത്. എവിടുന്നാ പ്രസംഗിക്കുന്നത്? നാദാപുരത്തുനിന്ന്. അപ്പൊ അയാൾക്ക് കളവ് പറയണമെങ്കിൽ എത്ര ധൈര്യം വേണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയാൾ പ്രസംഗിക്കുന്ന സ്ഥലത്തുനിന്ന് 10-15 മീറ്ററേ ഉള്ളൂ പുത്തമ്പള്ളിയിലേക്ക്. ആ പള്ളി ഭരിക്കുന്നത് കെ വിഭാഗം സുന്നികളാണ്. എന്നിട്ട് അവിടെ എന്താ നടക്കുന്നതെന്നാ പറഞ്ഞത്? മൈക്ക് വെച്ച് ഖുതുബ നടക്കുന്നു എന്നാ പറഞ്ഞത്. നാദാപുരത്ത് പ്രസംഗിച്ചതാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ധൈര്യം. എന്താണ്? എന്റെ മുന്നിലിരിക്കുന്ന ആളുകളോട് എന്ത് കളവ് പറയുന്നതിനും പേടിക്കേണ്ടതില്ല, കാരണം അത് വിശ്വസിച്ചോളൂല. ഇനി നിങ്ങൾ അതൊന്ന് കേട്ടോളൂ. വെക്കുവാനെ കെ വിഭാഗത്തിന്റെ ആളുകൾ മൈക്ക് വെച്ച് ഖുതുബ നടത്തുന്ന പുത്തമ്പള്ളിന്റെ ഇവിടെ, കെ വിഭാഗത്തിന്റെ ആളുകൾ മൈക്ക് വെച്ച് ഖുതുബ നടത്തുന്ന പുത്തമ്പള്ളിന്റെ ഇവിടെ. മനസ്സിലായില്ലേ? നാദാപുരത്തുള്ള ഒരു പള്ളി, ഇത് പുത്തമ്പള്ളി. അവിടെ കെ വിഭാഗത്തിന്റെ ആളുകൾ മൈക്ക് വെച്ച് ഖുതുബ ഓതുന്നു. അങ്ങനെ ഉണ്ടോ മുസ്ലിമീങ്ങളെ? ഉണ്ടോ? ഇല്ല. പച്ചക്കള്ളമല്ലേ പറഞ്ഞത്? അപ്പൊ ഇയാളെ നിങ്ങൾ മനസ്സിലാക്കണം. ഇയാൾക്ക് നാദാപുരത്ത് വന്നാൽ എന്ത് കളവും പറയുന്നതിന് ഒരു മടിയും ഇല്ലെന്ന് മാത്രമല്ല, എവിടെ പോയാലും ഇങ്ങനെ തന്നെയാണ് ഇയാളെ മതി. ഏത് കളവും പച്ചയായിട്ട് കണ്ടു പറയും. എന്നിട്ട് മുസ്ലിമീങ്ങളെ തമ്മിലടുപ്പിക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മുത്തു മാണിക്കക്കല്ലുന്നത്, വല്ലാത്തൊരു മുത്തു മാണിക്കക്കല്ല് തന്നെ. എന്നാ സഹോദരന്മാരെ, ഇനി നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഇനി നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? എന്നെ സംബന്ധിച്ച് മൗലവിമാര് പച്ചക്കള്ളം പറയുന്നത് കണ്ടോ? എനിക്കെതിരെ ഒരു ലേഖനം തന്നെ എഴുതി വരും. ഇത് പേരോട് പച്ചക്കള്ളം എന്ന് പറയുന്നുണ്ട്, അപ്പറയുന്നതിനും പച്ചക്കള്ളം. ഇത് അവരുടെ മാസികയാണ്, ഇസ്ലാഹി മാസിക. എന്നെ സംബന്ധിച്ച് പറയുന്നു, എന്താ പറയുന്നത് കേട്ടോളൂ.
സ്ത്രീധനം അന്തസ്സുള്ള ഏർപ്പാടാണെന്ന് ആറ്റിങ്ങൽ മുഖാമുഖത്തിലും നാദാപുരം ഖണ്ഡനത്തിലും അഹ്ലുസുന്നത്തിന്റെ അധികായൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ പേരോട് പറഞ്ഞത് തുഹ്ഫയും ശർവാനിയും തിരിയാത്തത് കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് കൈമടക്ക് മോഹിച്ച. അപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ ആറ്റിങ്ങൽ വെച്ച് പ്രസംഗിച്ചു പോലും, നാദാപുരത്ത് വെച്ച് പ്രസംഗിച്ചു പോലും ഈ പിടിച്ചുപറി ബ്രാക്കറ്റിൽ സ്ത്രീധനം അന്തസ്സുള്ള ഏർപ്പാടാണെന്ന് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ഞാൻ പറഞ്ഞു പോലും, നാദാപുരത്തിലും പറഞ്ഞു പോലും. നാദാപുരത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾ കേട്ടോളൂ. അന്തസ്സുള്ളവനും ചേർന്ന പണി അല്ല എന്നാ പറഞ്ഞത്. ആറ്റിങ്ങൽ വെച്ച് ഞാൻ പറഞ്ഞത് അന്തസ്സുള്ളവൻ, മാന്യതയുള്ളവൻ സ്ത്രീധനം ചോദിച്ചു വാങ്ങുകയല്ല വേണ്ടത് എന്നാ ഞാൻ പറഞ്ഞത്. നേരെ തിരിച്ചാണ് ഇവരെ പത്രത്തിൽ ഇവർ കൊടുക്കുന്നത്. അതൊന്ന് കേട്ടോളൂ, ഒന്ന് വെച്ചു കൊടുത്തവനെ. ആറ്റിങ്ങൽ മുഖാമുഖം. എന്നാൽ പെണ്ണിന്റെ സ്വത്ത് വിവാഹം കഴിക്കുന്ന സമയത്ത് നിബന്ധനയായി എനിക്ക് തരണമെന്ന് നിബന്ധന വെക്കുന്നത് ഒരു മാന്യതയുള്ള ഏർപ്പാടല്ല. പക്ഷെ ഇപ്പൊ ചില ചെറുപ്പക്കാരെന്താക്കി അങ്ങനെ ഒരു ആവശ്യമൊന്നും ഇല്ലെങ്കിലും ഇതൊരു അവകാശം പോലെ ചോദിച്ച് വാങ്ങാൻ തുടങ്ങും. അതാണ് ഏർപ്പാടാണെന്ന് ഞാൻ പറഞ്ഞത്. ഇതൊരു അവകാശമായി ചോദിച്ചു വാങ്ങേണ്ടതല്ല. അതുകൊണ്ട് മൊത്തത്തിൽ സ്ത്രീധനം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്ന് നമുക്ക് പറയാം. കേട്ടില്ലേ? മാന്യതയുള്ള ഏർപ്പാടല്ല, മൊത്തത്തിൽ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്നാണ് ഞാൻ ആറ്റിങ്ങൽ വെച്ച് പറഞ്ഞത്. ഇവരെ പത്രത്തിൽ കൊടുക്കുന്നതോ? പത്രത്തിൽ കൊടുക്കുന്നത് അന്തസ്സുള്ള ഏർപ്പാടാണെന്ന് ആറ്റിങ്ങൽ മുഖാമുഖത്തിലും നാദാപുരം ഖണ്ഡനത്തിലും അഹ്ലുസുന്നത്തിന്റെ അധികായൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ പേരോട് പറഞ്ഞത് കൈമടക്ക് മോഹിച്ചിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവർക്കും മരിക്കണ്ടേ? സഹോദരന്മാരെ, അപ്പൊ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി പുത്തമ്പള്ളിയിൽ മൈക്ക് വെച്ച് ഹുതുബോധുന്നൊന്നും ഈ കെ വിഭാഗത്തിൻ്റെതാണെന്നും പച്ചക്കള്ളം ഇവിടെ പറഞ്ഞു നോക്കി മൗലവി. അതൊന്നും അറിഞ്ഞില്ല.